ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷുഗർ ഒന്ന് കാരമൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായപ്പോൾ ഇതിലേക്ക് 1.25 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കാം. ഷുഗർ ഒന്ന് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ നല്ലോണം കാരമലായിട്ട് നല്ല കറക്റ്റായിട്ടുള്ള ഒരു കളറിനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ മെൽറ്റായതിനു ശേഷം ഞാനൊരു 1/4 കപ്പ് കാരമലൊന്ന് വേറൊരു ബൗളിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പാൽ ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുണ്ട്. പാല് ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ചേർക്കുമ്പോൾ നമ്മളെ കാരമൽ കുറച്ച് കട്ടിയായിട്ട് പോലെ തോന്നും. അത് കുഴപ്പമില്ല, അത് ചൂടാകുമ്പം താനെ മെൽറ്റ് ആയിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി പാല് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുറച്ച് 1/4 കപ്പ് കാരമലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഗ്രീസ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 കഷ്ണം ബ്രെഡാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുന്നതോട് കൂടി തന്നെ ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. ബ്രെഡൊക്കെ ചേർത്ത് ഒന്ന് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോളൂ. പുഡിങ്ങൊക്കെ ആകുമ്പം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ പുഡിങ്ങിനുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ബിസ്കിന് പകരം നിങ്ങൾക്ക് സ്പൂണൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള 2 ടീസ്പൂൺ എസൻസും കൂടെ ചേർത്തിട്ട് മുട്ട ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എസൻസ് ചേർക്കുന്നതോട് കൂടി തന്നെ പുഡിങ്ങിന് ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പം എല്ലാവരും ഇത് ചേർക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സറും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പാലിൻ്റെ മിക്സർ നന്നായിട്ട് ചൂടാറിക്കണം എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുട്ട അടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പുഡിങ് നമ്മൾ സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ പുഡിംഗ് ട്രേ ഇറക്കി വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നട്ട്സ് ഇവിടെ സെറ്റായൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു കറക്റ്റ് 25 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മളുടെ പുഡിങ്ങിനുള്ള ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിയുമ്പം ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇത് ഒന്ന് തണുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പുഡിങ്ങിൻ്റെ ബേസ് അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇനി ഇത് തണുപ്പിക്കാതെ കഴിക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പം സമയം കിട്ടുമ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും താങ്ക് യു.